ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തിനശിച്ച ക്യാന്റീൻ പൂർവ്വസ്ഥിതിയിലെത്താൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാന്റീൻ പ്രവർത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ക്യാന്റീൻ അപ്രതീക്ഷിതമായിട്ട് അഗ്നിബാധയ്ക്ക് ഇരയായി. അതിൻ്റെ മുകൾ തട്ടിലാണ് അഗ്നിബാധ ഉണ്ടായത്. താഴെ ഭാഗത്ത് വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത് നന്നാക്കി എടുക്കുന്നതിന് ഇനി കുറച്ച് 2-3 ആഴ്ച പിടിക്കും. എന്തായാലും ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മറ്റൊരിടത്ത് ക്യാന്റീൻ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കും. കാരണം ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക്, ഇവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് വരുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ബദൽ സംവിധാനം ലഭ്യമായ ഇടത്ത് ഒരുക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതുണ്ടാവും. വളരെ നിർഭാഗ്യകരമായിപ്പോയി. ഞായറാഴ്ച പുലർച്ചെ 1:15 ജനറൽ ആശുപത്രി ക്യാന്റീനിന്റെ മുകൾ ഭാഗത്തു നിന്നും തീ പടർന്നത്. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാന്റീനിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി.